സംവിധാനത്തിന്റെ പിഴവോ അനാസ്ഥയോ എന്തു തന്നെയാണെങ്കിലും നഷ്ടമായത് ഒരു ജീവനാണ്, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. സംസ്ഥാനത്തിന്റെ ആരോഗ്യമേഖല നേരിടുന്ന പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായത്. അതിലും ഏറ്റവും ഒടുവിലത്തേതാണ് ഇന്ന് കോട്ടയത്ത് കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നവരെയോ കുറ്റം പറയുകയോ താഴ്ത്തിക്കെട്ടുകയോ അല്ല ചെയ്യേണ്ടത്. കൃത്യമായ ഇടപെടലാണ് വേണ്ടത്, പരിഹാരമാണ് വേണ്ടത്. സമഗ്ര വാർത്തകളുമായി ടോപ് 10 തുടങ്ങുകയാണ്. ആദ്യം നോക്കാം 10 പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിട ഭാഗം തകർന്നു വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് മകളുടെ ശസ്ത്രക്രിയയ്ക്കായി എത്തിയ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു. അപകടത്തിൽപ്പെട്ടത് ശുചിമുറിയിൽ കുളിക്കാൻ പോയപ്പോൾ. ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. കോട്ടയത്ത് തകർന്ന കെട്ടിടത്തിൽ ബിന്ദു കുടുങ്ങിക്കിടന്നത് 2.5 മണിക്കൂറോളം. തെരച്ചിൽ ഊർജിതമാക്കിയത് കാണാനില്ലെന്ന് ഭർത്താവ് പരാതിപ്പെട്ട ശേഷം ഉപയോഗിക്കുന്ന കെട്ടിടമല്ലെന്ന് ആദ്യമേ ഉറപ്പിച്ച് മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും. പ്രിൻസിപ്പലും സൂപ്രണ്ടുമാണ് അടച്ചിട്ട കെട്ടിടമെന്ന് പറഞ്ഞതെന്ന് പിന്നീട് തിരുത്തൽ. ആശുപത്രിയിലെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടിയുമായി യൂത്ത് കോൺഗ്രസ്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം. സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധയെന്ന് സംശയം. പാലക്കാട് സ്വദേശിനി പെരിന്തൽമണ്ണയിൽ ചികിത്സയിൽ. വിശദ പരിശോധനയ്ക്കായി സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചു. അച്ചടക്ക നടപടി പ്രതീക്ഷിച്ച് വകുപ്പ് ചുമതല ജൂനിയർ ഡോക്ടർക്ക് കൈമാറി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും തയ്യാർ. പർച്ചേസ് നടപടികൾ ലളിതമാക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് വിദഗ്ധ സമിതി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവ് നികത്തിയില്ല. പദവിയിൽ തുടരാമെന്ന സർക്കാർ തീരുമാനത്തിന് പിന്നാലെ സസ്പെൻഷൻ ഉത്തരവ് തള്ളി രജിസ്ട്രാർ KS അനിൽകുമാർ കേരള സർവകലാശാല ആസ്ഥാനത്ത്. ഭരണഘടനയുടെ ആമുഖം നൽകി സ്വീകരിച്ച SFI പ്രവർത്തകരും സിൻഡിക്കേറ്റ് അംഗങ്ങളും. ചുമതല ഏറ്റെടുത്ത് ഡോക്ടർ സിസ തോമസ്. രാജ്ഭവനിലേക്കുള്ള DYFI മാർച്ച് സുരക്ഷാ വീഴ്ചയെന്നും ശക്തമായ വകുപ്പ് ചുമത്തണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ DGPയെ അതൃപ്തി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദേശീയ ബഹുമതി നൽകി ആദരിച്ച് ഘാന. രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. 4 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഘാന പാർലമെന്റിനെ മോദി അഭിസംബോധന ചെയ്തു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുമായി കൂടിക്കാഴ്ച നടത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആത്മീയതയ്ക്കൊപ്പം മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞ അമ്മയുടെ ആശയങ്ങളും പ്രവർത്തികളും വിലമതിക്കാനാകാത്തതെന്ന് ഗവർണർ. ലിവർപൂളിന്റെ പോർച്ചുഗീസ് താരം ഡിയോഗോ ജോട്ട സ്പെയിനിൽ കാർ അപകടത്തിൽ മരിച്ചു. ഞെട്ടലോടെ ഫുട്ബോൾ ലോകം. ഫുട്ബോൾ താരമായ സഹോദരനും അപകടത്തിൽ ജീവൻ നഷ്ടമായി. കെറ്റാമെലോൺ ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടിൽ മലയാളി ദമ്പതികൾ NCB കസ്റ്റഡിയിൽ. ഓസ്ട്രേലിയയ്ക്ക് കെറ്റാമിൻ കടത്തിയതിന് പിടിയിലായത് ഇടുക്കിയിലെ റിസോർട്ട് ഉടമയും ഭാര്യയും. എഡിസൺ വഴി 10,000-ലേറെ പേരിലേക്ക് ലഹരി എത്തിയെന്ന് കണ്ടെത്തൽ. പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സൈബർ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കും. സ്റ്റോറി ഓഫ് ദ ഡേ. നിലമ്പൂർ TK കോളനിയിലെ ഉല്ലാസധാര. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിട ഭാഗം തകർന്ന് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത്. മകൾ നവമിയുടെ ശസ്ത്രക്രിയയ്ക്കായി എത്തിയതായിരുന്നു ബിന്ദു. തകർന്നു വീണ കെട്ടിടത്തിലെ ശുചിമുറിയിൽ കുളിക്കാൻ പോയതായിരുന്നു ബിന്ദുവെന്ന് ഭർത്താവ് പറഞ്ഞു. ഇവരുടെ മകൾ ട്രോമാ കെയറിൽ ചികിത്സയിലാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിലെ ശുചിമുറികൾ അടച്ചിരുന്നതായി അധികൃതർ പറയുമ്പോഴും രോഗികളും കൂട്ടിരിപ്പുകാരും ഈ ശുചിമുറികൾ ഉപയോഗിച്ചിരുന്നു എന്നതാണ് വസ്തുത. കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് അടിയിൽ കുടുങ്ങിയ ബിന്ദുവിനെ 2.5 മണിക്കൂറിന് ശേഷം മാത്രമാണ് പുറത്തെടുക്കാനായത്. ഇതും വീഴ്ചയായാണ് വിമർശിക്കുന്നത്. 60 വർഷത്തിലധികം പഴക്കമുള്ള ബലക്ഷയമുള്ള കെട്ടിടത്തിന്റെ ഭാഗമാണ് തകർന്നത് എന്നാണ് മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും വിശദീകരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ആരെങ്കിലും അടിയിൽ കുടുങ്ങിയിരിക്കാൻ സാധ്യതയില്ലെന്നും ഇവർ പറഞ്ഞതിന് പിന്നാലെയാണ് ബിന്ദുവിനെ കാണാനില്ലെന്ന ഭർത്താവ് വിശ്രുതന്റെ പരാതി എത്തുന്നത്.
ഇതിനിടെ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കി പരിശോധന ആരംഭിച്ചിരുന്നു. 2.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ബിന്ദുവിനെ കണ്ടെത്തി പുറത്തെടുക്കുന്നത്. അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അപകടം നടന്ന് വൈകാതെ ബിന്ദുവിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അടച്ചിരുന്നതായി അധികൃതർ അവകാശപ്പെടുന്ന കെട്ടിടത്തിന്റെ ഭാഗം പക്ഷേ രോഗികളും കൂട്ടിരിപ്പുകാരും ഉപയോഗിച്ചിരുന്നു. ഇത് തടയാൻ അധികൃതർക്കായില്ല. തകർന്നു വീണ പഴയ കെട്ടിടത്തിലെ വാർഡുകൾ ഈ മാസം അവസാനത്തോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നുവെന്ന് അധികൃതർ പറയുമ്പോൾ ആ മാറ്റം 1-2 മാസം മുൻപേ നടപ്പാക്കാനായിരുന്നെങ്കിൽ ഒരു ദാരുണ സംഭവം ഒഴിവാക്കാനാകുമായിരുന്നു. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് 2013 തന്നെ റിപ്പോർട്ട് ലഭിച്ചിരുന്നതായി മന്ത്രിമാർ തന്നെ വ്യക്തമാക്കുന്നു. ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷവും പഴയ കെട്ടിടം തന്നെ ഉപയോഗത്തിലിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയുടെ ഗൗരവം വർദ്ധിക്കുകയാണ്. അമൃത ന്യൂസ്, കോട്ടയം. ആശുപത്രിയിൽ കെട്ടിടഭാഗം തകർന്നു വീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിലും പരിസരത്തും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടഭാഗം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനി മരിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദുവിന്റെ മരണം രക്ഷാപ്രവർത്തനം വൈകിയത് മൂലമാണെന്ന് ആരോപിച്ച UDF സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടു. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വ്യാജ പ്രചരണം. അതിന്റെ അവസാനം ഒരു സാധു സ്ത്രീ മരിക്കാനിടയായത് 2 മണിക്കൂറാണ് വൈകിച്ചത്. എന്ത് കാരണത്താലാണ്? വിശദീകരിക്കണം. കോട്ടയം MP ഫ്രാൻസിസ് ജോർജും ജില്ലയിലെ UDF MLA-മാരും മറ്റ് നേതാക്കളും അപകട സ്ഥലം സന്ദർശിച്ചു. അതേസമയം രക്ഷാപ്രവർത്തനം ഒട്ടും വൈകിയിട്ടില്ലെന്നും സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മെഷീൻ കൊണ്ടുവരുന്നതിന് തന്നെ എന്താണ് അതിന്റെ കാരണം? അത് ആരെങ്കിലും അതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുക മാത്രമാണെങ്കിൽ അത് പിന്നീട് ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ. ഇതിനിടെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തി. സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 5 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു. അപകടത്തിന്റെ വിശദാംശങ്ങൾ തേടിയ മുഖ്യമന്ത്രി ജില്ലാ കളക്ടർക്ക് അന്വേഷണം സംബന്ധിച്ച നിർദ്ദേശങ്ങളും നൽകി. മെഡിക്കൽ കോളേജിൽ നിന്നും മടങ്ങിയ മുഖ്യമന്ത്രിയെ മെഡിക്കൽ കോളേജ് വളപ്പിന് വെളിയിൽ കാത്തുനിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. അതേസമയം അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിൽ നടക്കും. വരും ദിവസങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ. അമൃത ന്യൂസ്, കോട്ടയം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് രോഗിയുടെ അമ്മ മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ. കെട്ടിടം ഇടിഞ്ഞു വീണ വിവരം തിരക്കിയപ്പോൾ 2 പേർക്ക് പരിക്ക് പറ്റിയെന്നല്ലാതെ മറ്റു കുഴപ്പങ്ങളില്ലെന്നാണ് ആദ്യം അറിഞ്ഞത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്തുനിന്ന് അത്തരം റിപ്പോർട്ടാണ് ലഭിച്ചതെന്നും താനാണ് മന്ത്രിയോടും ഇക്കാര്യം ധരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായിരുന്നുവെങ്കിലും പൂർണ്ണമായും അവിടുത്തെ പ്രവർത്തനങ്ങൾ നിർത്താൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും ഡോക്ടർ ജയകുമാർ പറഞ്ഞു. കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിക്കാനിടയായ സാഹചര്യം ദൗർഭാഗ്യകരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെറ്റായ വിവരം നൽകിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തെ ഇല്ലാതാക്കുകയായിരുന്നു മന്ത്രി. സാമാന്യ ബുദ്ധിയുള്ളവർ ആദ്യം ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പറയുക. തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ആരോഗ്യമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാനാവില്ല എന്നും VD സതീശൻ പറഞ്ഞു. ആള് മിസ്സിംഗ് ആണെന്നുള്ള വിവരം അറിയാമല്ലോ. ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴിഞ്ഞാണ് ഒരു മന്ത്രി ചെയ്യേണ്ടത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു അപകടം ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറയില്ലേ? ആരെങ്കിലും പറയില്ലേ? ഒരു കെട്ടിടം ഇടിഞ്ഞു വീണാൽ അത് ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ചിരുന്ന കെട്ടിടം ഏത് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്? എത്ര പേര് മൊഴി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന്? അവർ ടോയ്ലറ്റ് ഉപയോഗിച്ചതാണ്, ഇപ്പൊ കുളിച്ച് പുറത്തിറങ്ങി വന്നതാണെന്ന് എത്ര പേര് മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? എന്നിട്ട് ആരാണ് പറഞ്ഞത്? അത് തൊണ്ട തൊടാതെ വിഴുങ്ങി നേരെ വന്ന് അവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടല്ലേ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്. അപ്പൊ കിട്ടിയ തെറ്റായ വിവരം വെച്ചുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തെ അവരില്ലാതാക്കി. ഇത് ഗുരുതരമായ തെറ്റാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു ജീവൻ നഷ്ടപ്പെടാനിടയായില്ലേ ഇത് കാരണം? ഇത്ര ദയനീയമായ ഒരു അവസ്ഥയിൽ ആരോഗ്യരംഗത്തെ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കാണ്. രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മെഡിക്കൽ കോളേജിലെ 12, 13, 15 വാർഡുകൾ പുതുതായി നിർമ്മിച്ച സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. 3ാം നിലയിലാണ് പ്രവർത്തിക്കുന്നത്. വൈകിട്ട് തന്നെ വാർഡുകൾ പൂർണ്ണ സജ്ജമായി. 10, 17, CL 4, 1 എന്നീ വാർഡുകൾ മാറ്റാനായി നടപടിയായി.
കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയ ശേഷവും മെഡിക്കൽ കോളേജ് പരിസരത്ത് നാടകീയ സംഭവങ്ങൾ. മെഡിക്കൽ കോളേജിന് മുന്നിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ചാണ്ടിയുമ്മൻ MLA ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് പ്രതിഷേധിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തംകൊളുത്തി പ്രകടനം നടത്തുന്നതിനിടെയാണ് ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹവുമായി ആംബുലൻസ് വെളിയിലേക്ക് വന്നത്. ഈ സമയം ആംബുലൻസിന് അടുത്തേക്ക് എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് നടപടി ഗുണ്ടായിസമാണെന്ന് ചാണ്ടിയുമ്മൻ MLA ആരോപിച്ചു. പോലീസ് ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത്. അതുകൊണ്ടാണ് കുടുംബത്തിലെ അംഗത്തോട് പോലും മര്യാദ കാണിക്കാതെ പെരുമാറിയത്. ഇത് ശരിയല്ല. അത് സർക്കാർ ഓർത്തു വെച്ചാൽ മതി. ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാകും. മരണപ്പെട്ട ബിന്ദുവിന്റെ മക്കളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും മകൾ നവമിയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുകയും കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും ചാണ്ടിയുമ്മൻ ആവശ്യപ്പെട്ടു. ഈ കുട്ടിയെ ഏറ്റെടുക്കുവാൻ ദത്തെടുക്കുവാൻ സർക്കാർ തയ്യാറാണ്. ഒപ്പം ഈ ശസ്ത്രക്രിയ അതിന് ബില്ല് ചാർജ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. 3,40,000 രൂപ അത് സൗജന്യമായി ചെയ്തു കൊടുക്കുവാൻ സർക്കാർ തയ്യാറാവണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ചാണ്ടിയുമ്മൻ MLAയും കോൺഗ്രസ് നേതാവ് JG പാലക്കലോടിയും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പ്രതിഷേധിച്ചു. അരമണിക്കൂറോളം പോലീസ് സ്റ്റേഷനുള്ളിൽ ഇരുന്ന ശേഷമാണ് ചാണ്ടിയുമ്മൻ പ്രതിഷേധം അവസാനിപ്പിച്ചത്. അമൃത ന്യൂസ്, കോട്ടയം. ആശുപത്രി കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം. പലയിടത്തും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മന്ത്രി വീണ ജോർജിനെതിരെ സംസ്ഥാന വ്യാപകമായാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മാർച്ച് പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. ഗേറ്റിന് മുന്നിൽ ഉപരോധം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. KSU പ്രവർത്തകരും മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് സമരക്കാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോലീസ് ബലമായി പിടിച്ചുമാറ്റുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തി. സൂപ്രണ്ടിന്റെ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചതോടെ യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് മാർച്ച് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കോഴിക്കോട് യൂത്ത് ലീഗ് പ്രവർത്തകർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് ഉപരോധിച്ചാണ് പ്രതിഷേധിച്ചത്. ഗതാഗതം തടസ്സപ്പെട്ടതോടെ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ധനമന്ത്രിക്ക് നേരെയാണ് പ്രതിഷേധിച്ചത്. കരിമണ്ണൂരിൽ വെച്ച് ധനമന്ത്രിക്ക് നേരെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ട്രഷറി ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് മന്ത്രി വീണ ജോർജിന് ആശുപത്രിയിൽ ചികിത്സ തേടി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് മന്ത്രി എത്തിയത്. കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനെ തുടർന്നാണ് കൊട്ടാരക്കരയിൽ എത്തി മന്ത്രി ആശുപത്രിയിലേക്ക് വന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ മന്ത്രിയെ ആശുപത്രിയിൽ സന്ദർശിച്ചു. തുടർച്ചയായ യാത്രകൾ മൂലമുള്ള ക്ഷീണമാണ് മന്ത്രിക്കുള്ളതെന്നും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നും ധനമന്ത്രി അറിയിച്ചു. തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറിയതോടെ മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. അതേസമയം മന്ത്രിയെ ആശുപത്രിയിലെത്തി കണ്ട ശേഷം മടങ്ങിയ ധനമന്ത്രി KN ബാലഗോപാലുമായി BJP പ്രവർത്തകർ തർക്കത്തിലായി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള മന്ത്രിയുടെ തന്ത്രമാണ് ദേഹാസ്വാസ്ഥ്യം എന്നാരോപിച്ചായിരുന്നു BJP പ്രവർത്തകരുടെ പ്രതിഷേധം. തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ആംബുലൻസ് ഡ്രൈവർ. മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ എത്തിച്ച KSRTC ഡ്രൈവർക്ക് ചികിത്സ വൈകിപ്പിച്ചുവെന്നാണ് ആരോപണം. അതേസമയം മെഡിക്കൽ കോളേജ് അധികൃതർ ആരോപണം നിഷേധിച്ചു. കൃത്യസമയത്ത് ചികിത്സ നൽകിയെന്നും മെഡിക്കൽ കോളേജ് വ്യക്തമാക്കി. ഇന്ന് പുലർച്ചെ കുന്നംകുളത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ KSRTC ഡ്രൈവറെ മെഡിക്കൽ കോളേജിലെത്തിച്ച ആംബുലൻസ് ഡ്രൈവർ സാദിഖാണ് മെഡിക്കൽ കോളേജിനെതിരെ ആരോപണമുയർത്തിയത്. കൃത്യമായ ചികിത്സ ഗുരുതരാവസ്ഥയിലെത്തിയ KSRTC ഡ്രൈവർക്ക് ലഭിച്ചില്ല എന്നായിരുന്നു ആരോപണം. അവർ 3/4 മണിക്കൂറായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. അതിൽ മറ്റേ ബ്ലീഡിങ് നിൽക്കാനാന്ന് പറഞ്ഞിട്ടൊരു
ഇഞ്ചക്ഷൻ എന്തോ ഒരു മരുന്ന് കയറ്റിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവർക്കാണെങ്കിൽ ഫുള്ള് ചീരിയും കളിച്ചിട്ട് അവർ നിൽക്കുക. അതേസമയം ആശുപത്രി അധികൃതർ ആരോപണം നിഷേധിച്ചു. രോഗിക്ക് കൃത്യമായ സമയത്ത് ചികിത്സ നൽകിയിട്ടുണ്ട്. പുലർച്ചെ 2:52-നെത്തിയ രോഗിയെ 2:57-ന് ഡോക്ടർ പരിശോധിച്ചു തുടങ്ങിയെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ രാധിക പറഞ്ഞു. KSRTC ഡ്രൈവറുടെ നില അതീവ ഗുരുതരമായിരുന്നില്ല. എങ്കിലും തലയ്ക്ക് പരിക്കേറ്റതിനാൽ രോഗിയെ റെഡ് സോണിലേക്ക് മാറ്റിയിരുന്നു. അവിടെ നൽകിയ ചികിത്സ കൂട്ടിരിപ്പുകാർക്ക് കാണാൻ കഴിയില്ലെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. ക്യാമ്പസിനകത്തേക്ക് ഇവർ എൻ്റർ ചെയ്തിരിക്കുന്നത് 2:52 നമ്മൾ CCTV നോക്കി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2:53-ന് ഇദ്ദേഹം ട്രയാജിലെത്തുന്നു. ട്രയാജിലെത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വൈറ്റൽസ് സ്റ്റേബിൾ ആണ്. പൾസ് റേറ്റ്, BP, റെസ്പിറേറ്ററി റേറ്റ്, SpO2 തുടങ്ങിയ സാധനങ്ങളെല്ലാം നമ്മൾ നോക്കി. അങ്ങനെ വൈറ്റൽസ് സ്റ്റേബിൾ ആണ്. അപ്പോൾ റെഡ് സോണിലേക്ക് കൊണ്ടുപോയി. റെഡ് സോണിലേക്ക് ഡോക്ടർ അക്കമ്പനി ചെയ്തിട്ടുണ്ട്. റെഡ് സോണിൽ ചെല്ലുമ്പോൾ റെഡ് സോണിനകത്ത് 15 ബെഡിലും ആളുകളുണ്ട്. കാരണം വെന്റിലേറ്റർ പേഷ്യൻസ് ആണ്. ഇദ്ദേഹത്തിന് വെന്റിലേറ്റർ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ ട്രോളിയിൽ കിടത്തിയിട്ട് ആ പേഷ്യന്റിന് ന്യൂറോ സർജനെ വിളിക്കുകയും ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ ഇവിടെ മുഴുവൻ തിരക്കാണ്, ഇവിടെ ഒട്ടും സൗകര്യമില്ല പേഷ്യന്റിനെ കിടത്താൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ ഒരു ബഹളമുണ്ടാക്കി. അതിനുശേഷം ഈ രോഗിയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് അവിടെ ചികിത്സ നടത്തുന്നത്. അവർ KSRTC ഡ്രൈവർക്ക് മികച്ച ചികിത്സയാണ് നൽകിയത്. അതിനാൽ ആംബുലൻസ് ഡ്രൈവറുടെ ആരോപണം തെറ്റാണെന്നും ഡ്രൈവർ നിർബന്ധിച്ച് രോഗിയെ കൊണ്ടുപോയെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് വീണ്ടും നിപ. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ 40-കാരിക്കാണ് പ്രാഥമിക പരിശോധനയിൽ രോഗം കണ്ടെത്തിയത്. സ്ഥിരീകരണത്തിനായി സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചു. മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശിനിയായ 38 വയസ്സുകാരിക്കാണ് നിപ്പ കണ്ടെത്തിയത്. പനിയെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യുവതി. നിപ്പ ലക്ഷണങ്ങൾ കണ്ടതോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവാണ്. കൂടുതൽ സ്ഥിരീകരണത്തിനായി പൂനെ വൈറോളജി ലാബിലേക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട്. യുവതിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. അതേസമയം ആരോഗ്യവകുപ്പ് നാട്ടുകല്ലിലും പരിസര പ്രദേശങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. മണ്ണാർക്കാട് ആരോഗ്യ പ്രവർത്തകരുടെ അടിയന്തര യോഗം ചേർന്നു. രോഗം ബാധിച്ച യുവതിയുടെ റൂട്ട് മാപ്പ് ഉടൻ തയ്യാറാക്കി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരെ നിരീക്ഷിക്കും. കഴിഞ്ഞ മെയ് മാസത്തിൽ മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയായ 42-കാരിക്ക് നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതി ആഴ്ചകൾക്ക് മുമ്പാണ് സുഖം പ്രാപിച്ചത്. എന്നാൽ നിപ്പ വൈറസിന്റെ സ്രോതസ് കണ്ടെത്താനായില്ല. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന നിപ്പ രോഗബാധ ആരോഗ്യവകുപ്പ് ഗൗരവത്തോടെയാണ് കാണുന്നത്. എന്നാൽ വൈറസിന്റെ സ്രോതസ് കൃത്യമായി കണ്ടെത്താനാകാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. താൻ ഉയർത്തിയ പ്രതിഷേധം കൊണ്ട് പ്രയോജനമുണ്ടായെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങളാണ് താൻ ചൂണ്ടിക്കാട്ടിയത്. പോസ്റ്റിൽ സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പ്രതികരണത്തിന് കൂടുതൽ മാനങ്ങൾ ലഭിച്ചു. താൻ ചെയ്തത് ചട്ടലംഘനം തന്നെയാണ്. നടപടി ഉണ്ടായാലും കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകില്ല എന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ ഗവൺമെൻറ് സെക്ടർ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ വിദേശത്തോ ജോലി കിട്ടാത്തതുകൊണ്ടല്ല. എനിക്ക് ഗവൺമെൻറ് സെക്ടറിൽ ഇരുന്ന ഒരു പർട്ടിക്കുലർ നമ്മുടെ സാമാന്യ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് കെയർ കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടിയാണ്. അത് എനിക്ക് സാധ്യമാകാതെ വന്നു കഴിഞ്ഞാൽ അതിലത്ര ഉള്ളൊരു പ്രയാസം മാത്രമേ. അല്ലാതെ എനിക്ക് ജോലി നഷ്ടപ്പെടുമെന്നോ വരുമാനം പോകുമെന്നോ എന്നുള്ള ഭയമല്ല. എന്ത് ശിക്ഷയ്ക്കും തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജെല്ലാം അടുത്ത എൻ്റെ 2 ജൂനിയർ ഡോക്ടർമാരും തൊട്ട് ജൂനിയറായിട്ടുള്ള മാധവ് സാറും ഷാജി സാറും ലീവാണ്. അപ്പം അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡോക്ടർ നിർമ്മൽ KPA എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജുകളും ഏൽപ്പിച്ചു. മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിന്റെ പരിമിതികളെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസിന്റെ വിമർശനം ശരിവെച്ച് വിദഗ്ധ സമിതി റിപ്പോർട്ട്. ഉപകരണങ്ങൾ വാങ്ങുന്നത് അടക്കമുള്ള സംവിധാനങ്ങളുടെ പരിമിതി പരിഹരിക്കണമെന്ന് വിദഗ്ധ സമിതി നിർദ്ദേശിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് മേധാവി ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ വിദഗ്ധ സമിതിയാണ് അന്വേഷണ റിപ്പോർട്ട് DMAക്ക് കൈമാറിയത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ തള്ളാതെയാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. സിസ്റ്റത്തിന് പ്രശ്നമുണ്ടെന്നും വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ ഹാരിസ് പറയുന്നത് വസ്തുതയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ സമയത്ത് ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതിനു മുൻപ് ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സമിതി വ്യക്തമാക്കുന്നു. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വകുപ്പ്
വകുപ്പാണ് യൂറോളജിയുടേത്. ആഴ്ചയിൽ 6 ദിവസവും സങ്കീർണമായ ശസ്ത്രക്രിയകൾ വരെ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ഉപകരണങ്ങൾ വാങ്ങുന്ന പ്രക്രിയ ഏറെ സങ്കീർണമാണ്. നടപടിക്രമങ്ങളിലെ നൂലാമാലകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട സമിതി ഇതിനായി ശുപാർശകളും നൽകിയിട്ടുണ്ട്. സൂപ്രണ്ടുമാർക്കും പ്രിൻസിപ്പാൾമാർക്കും കൂടുതൽ സാമ്പത്തിക അധികാരം നൽകണമെന്നും സമിതി ആവശ്യപ്പെട്ടു. ഡോക്ടർ ഹാരിസിന്റെ പരസ്യ പ്രതികരണം സർവീസ് ചട്ടലംഘനമാണെന്ന് പറയുന്ന സമിതി ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെ ആർക്കെതിരെയും അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവ് നികത്താകെ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ. സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും കുറവ് ജീവനക്കാരുള്ളത് കോഴിക്കോടാണ്. ഡോക്ടർമാരില്ലാത്തതിനാൽ അടിയന്തര ശസ്ത്രക്രിയ പോലും മുടങ്ങുന്നതിവിടെ പതിവാണ്. ട്രയാജിൽ രോഗനിർണയം നടത്തുന്നത് ഇപ്പോൾ നഴ്സുമാരാണ്. ഡോക്ടർമാരില്ലാത്തതിനാൽ നഴ്സുമാരുടെ സേവനഭാരവും വർദ്ധിച്ചു. 13% ജീവനക്കാരുടെ കുറവാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ കണക്ക്. 6% ഡോക്ടർമാരുടെ കുറവ്. ഒരു ഡോക്ടർക്ക് 7542 രോഗികളുണ്ട്. ഏറ്റവും വലിയ കണക്കാണിത്. നഴ്സുമാരുടെ കുറവ് 10%. 6% പാരാമെഡിക്കൽ ജീവനക്കാരുടെ കുറവുമുണ്ട്. നിലവിൽ 7 ജില്ലകളെ പ്രതിദാനം ചെയ്യുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികളുടെ എണ്ണം കൂടുകയും അതിനനുസരിച്ചുള്ള അനുപാതത്തിലുള്ള ഡോക്ടർമാരോ അതിൽ ബാക്കിയുള്ള സേവകരോ ഒന്നും തന്നെ നിലവിൽ ആശുപത്രിയിൽ ഇല്ല. മരുന്നില്ല, സിറിഞ്ചില്ല, ഒന്നും പറയേണ്ട, ഒരു പാരസെറ്റമോൾ വരെ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ചില ഡോക്ടർമാർ അവധിയെടുത്ത് സ്വകാര്യ പ്രാക്ടീസിനിറങ്ങുമ്പോൾ ദുരിതം ഇരട്ടിയാകുന്നു. സ്വന്തം നാട്ടിലേക്കോ മറ്റിടങ്ങളിലേക്കോ ഡെപ്യൂട്ടേഷനിൽ നഴ്സുമാരും പോകുന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത്. സംഘടനാ പ്രവർത്തനത്തിനു പോലും ജീവനക്കാർക്ക് ഡെപ്യൂട്ടേഷൻ അനുവദിക്കുന്നതായും ആരോപണമുണ്ട്. എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. വൈസ് ചാൻസലറുടെ സസ്പെൻഷൻ ഉത്തരവ് തള്ളി രജിസ്ട്രാർ KS അനിൽകുമാർ കേരള സർവകലാശാല ആസ്ഥാനത്ത്. ഭരണഘടനാ ആമുഖം നൽകിയ SFI പ്രവർത്തകരും സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാറെ സ്വീകരിച്ചു. വൈസ് ചാൻസലർക്ക് പകരം ചുമതല നൽകിയിട്ടുള്ള ഡോക്ടർ സിസ തോമസും യൂണിവേഴ്സിറ്റി ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു. SFI പ്രവർത്തകരും യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളും ചേർന്നാണ് യൂണിവേഴ്സിറ്റി ഓഫീസിലെത്തിയ രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഭരണഘടന നൽകി സ്വീകരിച്ചത്. ഭരണഘടന സർവകലാശാല ആസ്ഥാനത്തിന് മുകളിൽ വെച്ച് SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. സർവകലാശാലയിലേക്ക് എത്തിയെങ്കിലും ഔദ്യോഗിക ചുമതലകളിലേക്ക് രജിസ്ട്രാർ കടന്നില്ല. പകരം ചുമതല നൽകിയ ജോയിന്റ് രജിസ്ട്രാർ ഇന്ന് അവധിയെടുത്തു. വൈസ് ചാൻസലറുടെ നടപടി നിയമവിരുദ്ധമെന്നും ധൈര്യമുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടട്ടെയെന്നും സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് G മുരളീധരൻ പറഞ്ഞു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിയമവിരുദ്ധമാണ്. അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം കത്ത് കൊടുത്തായിരുന്നു. അതിനിടെ വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയിലുള്ള ഡോക്ടർ സിസ തോമസ് സർവകലാശാല ആസ്ഥാനത്തെത്തി ചുമതല ഏറ്റെടുത്ത് മടങ്ങി. സിസ തോമസിനെ തടയുമെന്ന് SFI നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം VC മോഹനൻ കുന്നുമ്മലിന്റെ നടപടിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് മന്ത്രി R ബിന്ദു വ്യക്തമാക്കി. സ്പഷ്ടമായും അധികാര ദുർവിനിയോഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സർവകലാശാലകളിൽ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ഗവർണർമാർ ചാൻസലർമാരായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ VC പ്രവർത്തിക്കരുതെന്ന് മന്ത്രി V ശിവൻകുട്ടിയും വിമർശിച്ചു. വൈസ് ചാൻസലർ ആ പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കും. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ വൈസ് ചാൻസലർ പ്രവർത്തിക്കും. ഇത് കേരളമാണ്. അങ്ങനെയുള്ള ഒരു ചട്ടമിത്തരവും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കും. VC മോഹനൻ കുന്നുമ്മലിനെതിരെ യൂണിവേഴ്സിറ്റി അധ്യാപകരും ജീവനക്കാരും പ്രതിഷേധിച്ചു. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാജ്ഭവനിലേക്ക് നടന്ന DYFI മാർച്ചിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് ഗവർണർ. അതൃപ്തി DGPയെ അറിയിച്ചു. ബാരിക്കേഡുകൾ ചാടിക്കടന്ന് പ്രവർത്തകർ എത്തിയതിലെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കണമെന്ന് രാജ്ഭവൻ DGPയോട് ആവശ്യപ്പെട്ടു. ശക്തമായ നടപടി വേണമെന്നാണ് രാജ്ഭവന്റെ ആവശ്യം. സമീപകാലത്തുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവനിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് DGPക്ക് നിർദ്ദേശം നൽകിയതും പിന്നീട് ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കകം അത് റദ്ദ് ചെയ്തതും വിവാദമായിരുന്നു. 6 പോലീസുകാരെയും ഒരു ഡ്രൈവറെയും രാജ്ഭവനിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവ് ഉടൻ റദ്ദ് ചെയ്തതിന് പിന്നിൽ സർക്കാരിന്റെ ഇടപെടൽ എന്ന ആക്ഷേപവും ഉയർന്നു. പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷം റവാഡ ചന്ദ്രശേഖർ ഗവർണറുമായി ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഉത്തരവ് മരവിപ്പിച്ചതിലെ അതൃപ്തി രാജ്ഭവൻ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രജിസ്ട്രാറെ
സസ്പെൻഡ് ചെയ്തതിനെതിരെ SFI DYFI പ്രതിഷേധം രാജ്ഭവന് മുന്നിൽ നടന്നത്. DYFI പ്രതിഷേധം നടന്നപ്പോൾ സമരക്കാർ ബാരിക്കേഡുകൾ മറികടന്ന് രാജ്ഭവന്റെ പ്രധാന ഗേറ്റിനടുത്തേക്ക് എത്തിയിരുന്നു. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ പോലീസിനായില്ല എന്നും വലിയ രീതിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുമാണ് രാജ്ഭവൻ ചൂണ്ടിക്കാട്ടുന്നത്. സുരക്ഷാ വീഴ്ചയിലെ അതൃപ്തി രാജ്ഭവൻ DGPയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് രാജ്ഭവന്റെ ആവശ്യം. സർക്കാരും ഗവർണറും തമ്മിൽ പോരു തുറന്ന് യുദ്ധത്തിലേക്ക് എത്തുമ്പോഴാണ് സുരക്ഷാ വീഴ്ചയിൽ രാജ്ഭവൻ നിലപാട് കടുപ്പിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദത്തിൽ ഗവർണർക്കെതിരെ വിമർശനം ശക്തമാക്കി CPMഉം മന്ത്രിമാരും. ഭരണഘടനയുടെ സംരക്ഷകനാകേണ്ട ഗവർണർ ഭരണഘടനയെ നശിപ്പിക്കരുതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിലെ ലേഖനത്തിൽ പറഞ്ഞു. കാവിക്കൊടിയേന്തിയ RSSന്റെ മാതാത്മക ബിംബത്തെ സ്വീകരിക്കാനാകില്ല എന്ന് മന്ത്രിമാരായ V ശിവൻകുട്ടിയും R ബിന്ദു വിമർശിച്ചു. ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള വാക്പോരുകൾ അവസാനിക്കുന്നില്ല. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗിക ചിഹ്നങ്ങളും കൊടിയും ചിത്രങ്ങളും മാത്രമേ സർക്കാർ പരിപാടികളിൽ പാടുള്ളൂ എന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPMഉം മന്ത്രിമാരും. ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഗവർണർ ഭരണഘടനയുടെ അന്തകനായി മാറരുത് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിക്കുന്നത്. ദേശാഭിമാനി ലേഖനത്തിലാണ് ഗവർണർക്ക് സ്വതന്ത്രമായി നിർവഹിക്കാൻ കഴിയുന്ന ചുമതലകൾ ഒന്നുമില്ല എന്ന് ഭരണഘടന ചൂണ്ടിക്കാട്ടി MV ഗോവിന്ദൻ പ്രതിഷേധം അറിയിക്കുന്നത്. ഒരു സിംഹത്തിനരികെ കുന്തവും കാവി പതാകയും കാവി വസ്ത്രവും അണിഞ്ഞ സ്ത്രീരൂപത്തിന് ഭാരതാംബയുടെ പ്രതീകമാകാൻ കഴിയില്ല എന്ന വിമർശനവും MV ഗോവിന്ദൻ ആവർത്തിക്കുന്നു. അതിനിടെ ഭാരതാംബ ചിത്രത്തിനോടുള്ള നിലപാട് ആവർത്തിച്ച് മന്ത്രിമാരായ V ശിവൻകുട്ടിയും R ബിന്ദുവും രംഗത്തെത്തി. ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു വനിത ഇന്ത്യൻ ഭരണഘടനയിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഒന്നും പറയുന്നില്ല. ഒരു പഞ്ചായത്തിൽ പോലും പാസ്സാക്കിയിട്ടുള്ള കാര്യമല്ലേ. ഭരണഘടന പറയാത്ത ഒന്നിനെയും നാം അങ്ങനെയുള്ള കാര്യമില്ല. കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ ചിത്രം ഇന്ത്യൻ പൊതുമനസ്സിലേക്ക് കൗശലപൂർവ്വം സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നോർമലൈസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത് ലെജിറ്റിമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നതായ ദൗത്യം. കാവിക്കൊടിയേന്തിയ മതാത്മക ബിംബത്തിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ? ഭാരതാംബ ചിത്രത്തെ ചൊല്ലി സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രതിഷേധം ശക്തമാകുമ്പോൾ വരും ദിനങ്ങൾ കൂടുതൽ കലുഷിതമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഘാനയുടെ പരമോന്നത ദേശീയ ബഹുമതി ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഘാന സമ്മാനിച്ചു. ഘാനയിലെത്തിയ പ്രധാനമന്ത്രി രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. 4 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ വളർന്നുവരുന്ന നയതന്ത്ര ബന്ധത്തിന്റെ പ്രതീകമായാണ് വിദേശകാര്യ മന്ത്രാലയം ബഹുമതിയെ വിശേഷിപ്പിച്ചത്. ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഘാന എന്ന ബഹുമതി ലഭിച്ചതിൽ അഭിമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഘാന തലസ്ഥാനമായ അക്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് ജോൺ ഡ്രിമാനി മഹാമ, വൈസ് പ്രസിഡന്റ് പ്രൊഫസർ നാനാ ജെയിൻ ഒപ്പോക്കു എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധത്തെ സമഗ്രമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചു. 4 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കല, സംഗീതം, നൃത്തം, സാഹിത്യം, സാംസ്കാരിക പൈതൃകം എന്നിവയുടെ സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനുമായി സാംസ്കാരിക സഹകരണം, പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികളിലെ സഹകരണത്തിനായി വിദ്യാഭ്യാസം, പരിശീലനം, ഗവേഷണം എന്നീ മേഖലകളിലെ പങ്കാളിത്തം, ഗുണനിലവാര മാനദണ്ഡങ്ങൾ, പരിശോധനാ രീതികൾ, സർട്ടിഫിക്കേഷൻ പ്രക്രിയകൾ എന്നിവയിലെ സഹകരണം, ഉഭയകക്ഷി സംഭാഷണം, സാമ്പത്തിക അവലോകനം, തന്ത്രപരമായ സഹകരണം എന്നിവയ്ക്കായി സംയുക്ത കമ്മീഷൻ തുടങ്ങിയ കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഘാന പാർലമെന്റിനെ മോദി അഭിസംബോധന ചെയ്തു. ആഫ്രിക്കയുടെ വികസനത്തിന് ഇന്ത്യ പ്രതിബദ്ധതയുള്ള പങ്കാളിയായിരിക്കുമെന്നും നിക്ഷേപത്തിനൊപ്പം ശാക്തീകരിക്കുക കൂടിയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. It is focused on building local capacities and creating local opportunities. Our objective is not just to invest, but to empower, to help develop self-sustaining ecosystems. It is my honor to give further momentum to this partnership. 3 പതിറ്റാണ്ടിനു ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാന സന്ദർശിക്കുന്നത്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന പഞ്ചരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായാണ് മോദിയുടെ ഘാന സന്ദർശനം. ന്യൂസ് ഡെസ്ക്, അമൃത TV.
കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കൊല്ലം അമൃതപുരിയിലെത്തി സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭാര്യയ്ക്കൊപ്പം എത്തിയാണ് ഗവർണർ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയത്. ആത്മീയതയ്ക്കൊപ്പം മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞ അമ്മയുടെ ആശയങ്ങളെയും പ്രവൃത്തികളെയും ഗവർണർ പ്രകീർത്തിച്ചു. കൊല്ലം അമൃതപുരിയിലെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെയും ഭാര്യ അനക അർലേക്കറെയും സ്വാമി പ്രണവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാരും ബ്രഹ്മചാരിണിമാരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങി വിശേഷങ്ങൾ പങ്കുവച്ചു. ആത്മീയ കാര്യങ്ങളിലേക്കുള്ള തന്റെ വഴികാട്ടിയാണ് അമ്മയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അമ്മയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. ആത്മീയതയും മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞ അമ്മയുടെ പ്രവർത്തനങ്ങൾ വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. അമ്മയുടെ പ്രവർത്തനങ്ങളെല്ലാം സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ്. ആ നിസ്വാർത്ഥ സേവനം രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെയും വലിയ പുണ്യമാണ് സമ്മാനിക്കുന്നതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. Only not the spirituality but the work Ma has done for the humanity itself is you cannot explain in the words. Words are falling short for this. What she has done for this, the people, the common people. In fact, that reflects her vision for the society and for the nation. She loves just human beings. ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് അമ്മയെ കാണുന്നതെന്നും അമ്മയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ വലിയ പരിവർത്തനമാണ് മനസ്സിലുണ്ടായതെന്നും ഗവർണറുടെ ഭാര്യ അനക അർലേക്കർ പറഞ്ഞു. God himself cannot come or Goddess herself cannot come. People like Amma, they come on this earth, guide us, give us direction and give us inspiration to do the work. And I think that's a great thing when you are coming with empty hands and going with all these experience to the society, definitely you are fulfilled. ആശ്രമത്തിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഏറെ സമയം അമ്മയോടൊപ്പം ചിലവഴിച്ച ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ഭാര്യ അനക അർലേക്കറും തിരികെ രാജ്ഭവനിലേക്ക് മടങ്ങി. അമൃത ന്യൂസ്, കൊല്ലം.